പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണയും നമസ്യ രാജാവേ, നിനക്ക് സ്തുതി. ബാറയ്ക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെയും പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിലെ ഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. സകലത്തിൻ്റെയും നിർമ്മിതാവും സകലത്തെയും ക്രമപ്പെടുത്തുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിപ്പിനെ അനുയോജ്യമായ ആത്മീക ശബ്ദത്തോടുകൂടി ഞങ്ങളും സ്തുതിക്കുകയും നിന്നെ പുകഴ്ത്തി പ്രാബല്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൻ്റെ വചനമായ ഞങ്ങളുടെ മശിഹ തമ്പുരാനെ, ഇപ്പോൾ ഞങ്ങൾ നിന്നെ പുകഴ്ത്തുന്നു. നിന്റെ കൃപയാൽ ഞങ്ങളുടെ അടുക്കലേക്ക് നീ ചെവി ചായിച്ച് പാപികളായ ഞങ്ങളുടെ സ്തുതിപ്പുകളെ കൈക്കൊള്ളണമേ. പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയോ ശിക്ഷിക്കുകയോ അരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിനെ പ്രതിയും നിബിയന്മാരെ പ്രതിയും സ്ലീഹന്മാരെ പ്രതിയും സഹോദരന്മാരെ പ്രതിയും സർവശിക്ഷകളെയും ഞങ്ങളിൽ നിന്നും നീ വിരോധിച്ച് നീക്കണമേ. ഞങ്ങളുടെ നമസ്കാരങ്ങൾക്കും അപേക്ഷകൾക്കും നിന്റെ കരുണയുടെ വാതിൽ തുറന്നു തരണമേ. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ. നിന്റെ ജയമുള്ള സ്ലീവായാൽ നിന്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ. നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ ആവലാതി നീ നീക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനോഗുണവാനേ, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകേണ്ടു? നിന്നെ അല്ലാതെ ആരെ ഞങ്ങൾ വന്ദിക്കേണ്ടു? അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്ദിപ്പാനും നീയല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് കർത്താവേ, നീ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തണമേ. തിരുവുള്ളം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ, തിരുവുള്ളക്കേടുകൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ചു കളയരുതേ. ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം
ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്നും നീ വിരോധിക്കണമേ. നിന്റെ ഉഗ്രകോപത്തിൽ നിന്നും നീ ശാന്തതപ്പെടണമേ. നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചു എങ്കിൽ നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഹൃദയവും കണ്ണുനീരുകളും തരയണമേ. നിന്റെ വിശുദ്ധ ശ്രീബായാൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. കാരുണ്യവാനും ദീർഘക്ഷമയുള്ളവനുമായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുരക്തത്താൽ നീ രക്ഷിച്ചിരിക്കുന്ന നിന്റെ ജനങ്ങളെക്കുറിച്ച് മനസ്സിലുണ്ടാകണമേ. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും മരണം വിഴുങ്ങിയിരിക്കുന്നു. കരച്ചിലും വിലാപവും കേൾക്കപ്പെടുന്നു. കർത്താവേ, നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങൾക്ക് സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളും നശിച്ചു പോകുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയവും രക്ഷയും വേറെ ഇല്ലാത്തതുകൊണ്ട് കരുണയോടെ ഞങ്ങളെ തൃക്കം പാർത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്ത് രക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഇന്നത്തെ ആമുഖ ചിന്തയ്ക്കായി ബലഹീനയായ എന്നെ തേടിപ്പിടിച്ച വിശുദ്ധ വേദഭാഗം അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. സാക്ഷി എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള അഥവാ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള വ്യക്തിയാണ് സാക്ഷി. യേശുവിനെ കണ്ടവർ, യേശുവിൻ്റെ കൂടെ നടന്നവർ, യേശുവുമായുള്ള ബന്ധത്തിൽ യേശുവിനെക്കുറിച്ച് അനുഭവിച്ചതും അറിയിക്കുന്നവരാണ് യേശുവിൻ്റെ സാക്ഷികൾ. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, പ്രവർത്തികൾ, യേശു വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത, യേശുവിൻ്റെ മരണം, പുനരുത്ഥാനം, ഇതെല്ലാം ശിഷ്യന്മാർ കണ്ടു. യേശു ദൈവത്തെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും പറഞ്ഞതെല്ലാം ശിഷ്യന്മാർ കേട്ടു. അതവർ സാക്ഷിച്ചു. യേശുവിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ദൈവരാജ്യത്തിൻ്റെ സന്തുഷ്ടിയും സമാധാനവും പരിശുദ്ധാത്മാവ് നിറവിൽ ദൈവിക തത്വങ്ങളോടുള്ള താതാത്മ്യവും ദൈവിക ശക്തിയുടെ ധന്യതയും ദൈവിക ജ്ഞാനത്തിൻ്റെ സന്തുഷ്ടിയും ശിഷ്യന്മാർ അനുഭവിച്ചു. അതാണ് അവരുടെ സാഹിത്യത്തിൻ്റെ കാതൽ. വിശുദ്ധ മാമോദീസായിൽ കൂടി കർത്താവിനെ സ്വീകരിച്ച നാം എല്ലാവരും യേശുവിൻ്റെ സാക്ഷികളാണ്. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വിളിയോടെ വിശ്വസ്തരായി അനേകരെ ഈ ശിഷ്യത്വത്തിലേക്ക് നേടുവാൻ നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ശിഷ്യർക്ക് 5 വിധത്തിൽ കർത്താവിനെ സാക്ഷിക്കാം. ഒന്നാമതായി, അവരുടെ ജീവിതം കൊണ്ട് സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുന്നവർ അവരുടെ സാന്നിധ്യം, പെരുമാറ്റം, പ്രവർത്തനങ്ങൾ ഇവയെല്ലാം അവർ അനുഭവിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും ഉത്തമ സാക്ഷ്യമാകണം. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവും നാം ആയിത്തീരണം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിയായ നമ്മുടെ മാറ്റങ്ങൾ കാണുമ്പോൾ സാക്ഷീകരിക്കുന്നവരാകുവാൻ കഴിയും. ഉത്തമ സ്വഭാവം, നല്ല ജീവിതശൈലി, ക്രിസ്തീയ സുഹൃതങ്ങൾ ഇവ പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷങ്ങളായി നാം മാറണം. വർത്തമാനകാലത്തെ കോവിഡ് എന്ന മഹാമാരിയുടെ നാശം ചുറ്റുപാടുകളെ വിഴുങ്ങുമ്പോൾ മറ്റുള്ളവരെ ബലപ്പെടുത്താനും ആവശ്യങ്ങളിൽ സഹായികളാകുവാനും കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാം. രണ്ടാമതായി, ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തോടുള്ള സമ്പൂർണ്ണ വിധേയത്വത്തിൽ ദൈവത്തെ അനുസരിച്ചും നാം സ്നേഹത്തിൻ്റെ മാതൃകകളാകണം.
കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നാം അനുഭവിച്ചറിയണം. ക്രിസ്തുവിനെ രുചിച്ചറിയുമ്പോൾ ആ സ്നേഹം മറ്റുള്ളവരിൽ അവർ ക്രിസ്തുവിനെ ദർശിക്കുവാൻ നാം മുഖാന്തരമാകണം. അങ്ങനെ നമുക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യരാകാം, ലോകത്തിൻ്റെ സാക്ഷികളാകുവാൻ സാധിക്കും. മൂന്നാമതായി, ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ഉള്ളിൽ ഐക്യത്തിൻ്റെ ആത്മാവുണ്ടാകണം. ഐക്യം ദൈവസ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ്. കർത്താവിൻ്റെ സഭയിൽ ഭിന്നതയും മത്സരഭാവവും ശത്രുതയും കലഹവും ഉണ്ടാവാൻ പാടില്ല. ദൈവസ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നമുക്ക് ഒന്നായി വസിക്കാം. നാലാമതായി, നിസ്വാർത്ഥ സേവനം വഴി നമുക്ക് യേശുവിൻ്റെ സാക്ഷികളാകാം. ദൈവം ദുഷ്ടൻ്റെ മേലും നീതിമാന്മാരുടെ മേലും മഴ പെയ്യിക്കുന്നു. യേശുവിൻ്റെ ഈ ആർദ്രഭാവം ശിഷ്യർക്കുണ്ടാകണം. ശത്രുക്കളെ സ്നേഹിക്കുവാനും പഴിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും കർത്തൃശിഷ്യർക്ക് കഴിയണം. ഈ കാലഘട്ടത്തിൽ നാം ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. അഞ്ചാമതായി, വാക്കുകൾ കൊണ്ടുള്ള സാക്ഷ്യവും വലുതാണ്. ദൈവം ചെയ്തു തരുന്ന നന്മകളെ ഏറ്റുപറയുവാനും യേശുക്രിസ്തു കർത്താവെന്ന് സാക്ഷിക്കുവാനുള്ള ആത്മധൈര്യം ശിഷ്യർക്കുണ്ടാകണം. കൽക്കട്ട തെരുവിൽ അറപ്പുളവാകുന്ന കുഷ്ഠരോഗിയിൽ യേശുവിൻ്റെ സ്നേഹം പകർന്ന മദർ തെരേസ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് നാമും. ഈ കാലഘട്ടത്തിൽ നമുക്ക് യേശുവിൻ്റെ വിശ്വസ്തരായ സാക്ഷികളായി ജീവിക്കാം. അതിനായി ദൈവം തമ്പുരാൻ കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിയോ മിനിസ്ട്രിയുടെ ഒരു ഭാഗമാകുവാൻ എനിക്ക് അനുവാദം തന്ന അഭിമന്യ തിരുമേനിയോടും തിയോ മിനിസ്ട്രിയിലെ എല്ലാ വൈദികരോടും മറ്റു പ്രവർത്തകരോടും, പ്രത്യേകിച്ച് പൂന സോണിലെ മർത്തമറിയൻ സമാജം പ്രവർത്തകരോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
All glory and praise be to God Almighty. Greetings to His Grace, Givarkis Mar Kurilos Tirmeni, respected Achans and dear brethren in Christ. The verse chosen to reflect upon today is from the Gospel of St. John, chapter 14, verse 27. Jesus said, "Peace I leave with you, my peace I give to you. I do not give to you as the world gives. Do not let your hearts be troubled, and do not let them be afraid." Jesus told these words to his disciples as he was having the Last Supper and sharing his final moments with them. Isn't it amazing to realize that just hours before Jesus was crucified, he was concerned for the peace and joy of his followers? So, what is this peace that he leaves us with? The peace that Christ offers is not like that of the world. Christ's peace here refers to a hope and reassurance that goes beyond what the world can offer. It is permanent, guaranteed, and eternal. Christ encourages his followers to keep their hearts free from fear and trouble. These tender words of comfort offer us tremendous encouragement, especially during testing times. Peace is a beautiful word. It is the sense of satisfaction that comes from knowing that one is right with God. It is a joyous sense of well-being that views all things as good. While joy is an outward excitement, peace is an inward contentment that senses everything is under control. Lack of this peace gives rise to anxiety. We all have dealt with or suffered from worry, stress, doubt, and anxiety at some point in our lives. We are sometimes stressed to the point that we lose sleep and end up being sick. In spite of everything we do, sometimes some things are out of our control. The letter of St. Paul to the Philippians, chapter 4, verses 6 and 7, tells us that, "Do not be anxious about anything, but in everything by prayer and supplication, with thanksgiving, let your requests be made known to God. And the peace of God, which surpasses all understanding, will guard your hearts and your minds in Christ Jesus." Here, God tells us not to be anxious. So every time when we are anxious about life, are we not demonstrating uncertainty towards God's word? How do we shed our anxiousness? Well, pray with thanksgiving and make our requests known to Him. Our problems look so big at times because we have taken our focus away from God and put all our focus on our problems. He is so much bigger than our problems. He is our healer, our provider, our shelter, and our everything. The peace we experience once we have given our problem or concern to God is like no other, because we are no longer dwelling on the issue. When we let go, we give it to Him completely. Our focus is no longer on the problem, but on Jesus. The feeling of peace that follows, knowing and believing that God is in control and that He will work it out for us, is priceless. We are human, and sometimes our emotions act up first. But let us try to find peace in God
through His encouraging words. They help us to handle our trials with grace and faith. Let us learn to accept whatever stress or challenges God has seen fit to bring into our life. Taking the example from the Old Testament, from the life of Job, even after having lost everything, including family, he did not sin or charge God with wrong. Job was able to look beyond his circumstances and see God's plan. Many people are not able to do that because they do not accept their places in life. They do not accept their jobs, careers, or other circumstances, and their response is bitterness and negativity. If there are negative circumstances in our lives, then God always has a positive purpose to it. With thanksgiving, let us submit to God's plans for the present and trust in His sufficiency for the future. If we understand that God is using all the difficulties we face to perfect us, then we will be at peace. The peace of God in the midst of circumstances is built on an unchanging relationship and a divine plan and promise from an unfailing God who will secure us in Himself and who will do everything for our good. Let us remember that no gain is a gain if it is gained at the cost of our peace. Let peace be the constant and let everything else be a variable. Everything is meaningful only in the context of peace. There is no meaning to anything without peace. So put our peace above everything else. To be peaceful, let us be slow to judge and quick to forgive. Express gratitude, but do not expect gratitude. Receive gracefully and give gleefully. What we expect from others, first expect from ourselves. Be dependable and not dependent. Be expressive with our love. Be demonstrative with our happiness. Rejoice the unpredictability of life. Learn to trust, and if our trust is destroyed, trust again. Celebrate all the good news. Don't get carried away by the bad news. Bring selflessness into our life. Serve in some capacity for some cause, expecting nothing in return. Be a multi-role wonder by bringing balance into our life. Have faith on that one connect that is beyond our judgment. Get all the small things of our life right, and the big reward from life will be our peace. With peace, we will find silence. In silence, we will find God. And through God, we will find everything else. As Psalms 46 verse 10 says, "Be still and know I am God." Coming back to our chosen verse of today, Jesus speaks about the kind of peace that the world cannot give. The exceptional nature of this peace is that it comes only from Jesus. In spite of being aware that He was about to be tortured to death in just few hours, yet He is concerned for His followers and pours out His peace upon them. When someone we depend on for strength and support suddenly has to go away, or when someone that we love very much is taken away from us by death,
it leaves us sorrowful and depressed. When Jesus had told the disciples that he would soon have to leave them, it naturally made the disciples feel quite fearful and anxious. Their life was not going to be the same without Jesus, and their future was uncertain. All these thoughts must have troubled them and made them feel quite discouraged. All of us can also identify with such thoughts and feelings at some time in our lives when everything seems to have collapsed. It is in times like these that our Lord Jesus comforts us. Peace I leave with you, my peace I give to you. Let not your heart be troubled, neither let it be afraid. What a wonderful peace this is! We who belong to Christ can now go through trials and troubles differently from others because we have this peace within our hearts. Whatever circumstances of life we face, we can have this wonderful tranquility, this sense of calmness and confidence in God. As we develop the habit of praying and committing all our cares to the Lord, our worrying is gradually restored to a wonderful sense of serene calmness and peace in our heart. This is an inward peace that comes from God, a wonderful peace that passes all understanding. And the way to maintain this wonderful peace in our heart is to commit all our cares and worries to Him daily in prayer. Just as the beautiful hymn says, "Oh, what peace we often forfeit! Oh, what needless pain we bear! All because we do not carry everything to God in prayer." Oh, what peace we often forfeit! Oh, what needless pain we bear! All because we do not carry everything to God in prayer. What a friend we have in Jesus, all our sins and griefs to bear. What a privilege to carry everything to God in prayer. Perhaps now is the time for us to build up our prayer life again. With the pandemic around for over a year, the world is reeling under worries and uncertainties. Let us cast our cares upon God and leave all events to His wise and gracious disposal. He knows our needs and He sees our circumstances. Being able to remain calm in the midst of raging trials and difficulties in life is real peace. A wise man once said, "Peace is the smile of God reflected in the soul of the believer." Truly then, let us draw closer to Him and seek that peace which surpasses all understanding, the peace of our Lord Jesus Christ. As I conclude, I wish to express my heartfelt gratitude to the organizers for giving me this privilege to share the Word of God. May the peace of our Lord Jesus be with us all. തലമുറയായി ഞങ്ങളെ കരുതുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്ത് തിരുമുമ്പാകെ ഞങ്ങളുടെ തലകളെ വണക്കുവാൻ തരുന്ന വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിയിച്ച വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളിൽ ശ്രേഷ്ഠർ, സമപ്രായക്കാർ, ചെറിയവർ ഇന്ന് ഈ ലോകത്ത് നിന്ന് നീക്കം ചെയ്തപ്പോൾ ഈ ജീവനുള്ള ദേശത്ത് വസിപ്പാൻ തരുന്ന
ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ പൊന്നുപാദം മുത്തിക്കൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്ന അപേക്ഷയും യാചനയും പ്രാർത്ഥനയും കൈക്കൊള്ളണമേ. മുട്ടുവേൻ തുറക്കപ്പെടും, യാചിപ്പീൻ കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ഞങ്ങൾ അങ്ങേ കണ്ടെത്തുവാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ പിതാവെ അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, കൃപയോടെ കേൾക്കണമേ. ഭൂമിയുടെ ഏത് കോണിൽ പോയി പാർത്താലും നിൻ്റെ ശക്തി ഞങ്ങളെ പൊതിയണമേ. നിൻ്റെ കൃപ ഞങ്ങളിൽ കനിയണമേ. പിതാവെ, പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന ഓരോ വിഷയത്തിന്മേലും അങ്ങയുടെ ആണിപ്പാടുള്ള കരം നീട്ടി അനുഗ്രഹിക്കണേ. കർത്താവെ, ഞങ്ങളുടെ ബാബ തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുക്കുന്ന സൗഖ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യമെന്നരെയുള്ള കാലം കൈവിടരുതേ. സഭയ്ക്കും സഭയിലെ ജനങ്ങൾക്കും കൂടുതൽ കൂടുതൽ നല്ല ദാനങ്ങളെ നൽകുവാൻ നിൻ്റെ മകന് ഭാഗ്യം കൊടുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വന്യപിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂർലോസ് തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മകൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നീ മാനിക്കണമേ. ശരീരസുഖവും മനസ്സമാധാനവും നൽകണമേ. ആയുസ്സും ആരോഗ്യം നൽകി കാത്തു പരിപാലിക്കണമേ. അവൻ ഞങ്ങളുടെ മേൽ പട്ടക്കാർ ശമാശന്മാർ ശുശ്രൂഷകർ കന്യാസ്ത്രീകളെ അവരെയും തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. 30-100 മേനി വിളയുവാൻ തക്കവണ്ണവരുടെ ജീവിതവും അവരുടെ ആത്മീയ പ്രവൃത്തികളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ തിയോ മിനിസ്റ്ററിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായി പ്രവർത്തിക്കുന്ന ഏവരെയും അങ്ങയുടെ തിറയും കീഴിൽ മറയ്ക്കണമേ. ആവത്തിന്ന അനർത്ഥങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുതലയച്ച് കാക്കണമേ. കർത്താവെ, ദേശത്തെ കൊറോണ മൂലം ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവല്ലോ. അങ്ങയുടെ സ്പർശം അവരിൽ നൽകണമേ. സൗഖ്യം കൊടുക്കണമേ. കർത്താവെ, പലർക്കും അമ്മയും അപ്പനും സഹോദരനും സഹോദരിയും കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെടുന്ന ഈ കാലയളവിൽ അങ്ങല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ ആരുണ്ട്? കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ആവർത്തികളാണ് അതിന് തടസ്സമെങ്കിൽ രക്താംബരം പോലെ കടഞ്ഞുപായിരിക്കുന്ന പാപങ്ങളെ ഹിമം പോലെ ഒളിപ്പിക്കാൻ അങ്ങേക്ക് കഴിയും. പിതാവെ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. വിടുതൽ തരണമേ. യോന പ്രവാഹൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നേ അയ്യം വിളിച്ചപ്പോൾ കർത്താവിടുന്ന് നിൻ്റെ മോൻ്റെ വിളി കേട്ടതുപോലെ ദൈവമേ, ഞങ്ങളുടെ ഈ ഇടയിൽ നിന്ന് ഈ മഹാമാരിയെ നീക്കം ചെയ്യണമേ. നിനവക്കാരോട് കരുണ തോന്നിയതുപോലെ ഞങ്ങളോടും കരുണയായിരിക്കണമേ. കർത്താവെ, അടിയങ്ങൾ അറിവോടാതെ രഹസ്യവും പരസ്യവുമായി ചെയ്തതും പറഞ്ഞതും ചിന്തിച്ചതുമായ അനവധി പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, യൗവനക്കാരെവരെയും അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. കനിയണമേ, അനുഗ്രഹിക്കണമേ. ആരും നശിച്ചു പോകുവാൻ അനുവദിക്കരുതേ. സംരക്ഷിക്കണമേ. തൃക്കയ്യാൽ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശോദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. കർത്താവെ, നിൻ്റെ മക്കൾക്ക് ഉത്തമമായ കുഞ്ഞുങ്ങളെ ദാനം നൽകണമേ. പ്രായമായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായ തുണകളെ കൊടുത്തവരെ മാനിക്കണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബാലസിംഹങ്ങളെ ഇരട്ടാവശ്യം യഹോവയെ അന്വേഷിക്കുന്നതിന് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ. നിൻ്റെ മക്കൾക്ക് ജോലിയും കൂലിയും കൊടുത്ത് കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്ന വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ദൈവമേ, നിൻ്റെ മക്കൾക്ക് ഭവനം പണിയുക എന്നുവാനും അതിൽ താമസിച്ച് കർത്താവെ നിനക്ക് സ്തുതി സ്തോത്രം കരയേറ്റുവാനും ഭാഗ്യം കൊടുക്കണമേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും പൊന്നുപിതാവിൻ്റെ പൊന്നുപാദത്തിൽ സമർപ്പിക്കുന്നു. കരുണയോടെ കാത്തു പരിപാലിക്കണേ. വാർദ്ധക്യം വരെയുള്ള കാലത്ത് ഒന്നും നീ കൈവിടരുതേ. അനാഥരും ഇതോടെ നീ കാത്തു പരിപാലിക്കണേ. കർത്താവെ, ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണമേ. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ അവരെ പാർപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും യാചനകളും അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും, പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.